പ്രിന്റഡ് മാഞ്ഞു പോത്തിൽ അതിന് നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട്. ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അൽഫൈൻ ഫാബ്രിക്, അതേപോലത്തെ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റീസ്. ഫാൻസി റെഡിമെയ്ഡ് ബ്ലൗസ് വെറും 53 രൂപ തൊട്ട് കിട്ടുന്ന വെറൈറ്റി. 50 രൂപ അണ്ടർസ്കർട്ട്, 11 രൂപ, 10 രൂപ. നമ്മുടെ ടീം പോയിട്ടുണ്ട് കാസർഗോഡ് സൈഡിലായിരിക്കും. ബ്ലൗസ് ഒക്കെ എത്ര പറഞ്ഞത്? ബ്ലൗസ് പീസ് 9 രൂപ തൊട്ട് 2 രൂപ നമുക്ക് നൈറ്റി വരുന്നത് 72 രൂപ തൊട്ട്. ലൈക്ര ഫാബ്രിക്കിലാണ് നമ്മുടെ അടുത്ത്. കോട്ടണും ഉണ്ട്, അൽഫൈൻ ഫാബ്രിക്കിലും ഉണ്ട്. ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുന്ന, പക്ഷെ അവിടെ സിംഗിൾ പീസ് ഫുൾ 50 രൂപ തൊട്ട് കിട്ടുന്നത്. 50 രൂപ അവിടുത്തെ തിരക്കുകളാണ് കാണുന്നത്. കണ്ടോ, 72 രൂപ നൈറ്റീസ് കാണാനായിട്ട് ഇങ്ങോട്ട് പോരും മക്കളെ. ഹായ് ഗായ്സ്, ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നൈറ്റീസ് വെറും 72 രൂപ. ഇത് എവിടെ കിട്ടുന്നതെന്ന് അറിയാം? ബൾക്കായിട്ടുണ്ട് കേട്ടോ. ഇഷ്ടം പോലെ വെറൈറ്റി കളക്ഷൻസ്. അതുപോലെ തന്നെ ബ്ലൗസ് മെറ്റീരിയൽസ് ആണെങ്കിൽ 9 രൂപ. ഇതൊക്കെ നമ്മൾ വരേണ്ടത് എവിടെയാണെന്നറിയോ? നമ്മുടെ ഇവിടെ സ്റ്റാഫ് തന്നെ ഉണ്ട്. എന്തായാലും കാണാം നമുക്ക്. ഹായ്, എന്താണ് വിശേഷം? സുഖം. നമ്മുടെ ഹരി ചേട്ടൻ എന്ന് പറയുന്ന അവസ്ഥയായി. 72 രൂപ അല്ലേ നമുക്ക് നൈറ്റി വരുന്നത്? 72 രൂപ തൊട്ട് നമ്മുടെ നൈറ്റി തുടങ്ങും. അപ്പൊ ഒന്ന് കാണിച്ചു കൊടുത്താലോ വെറൈറ്റീസ്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് സൂറത്തിലാണ് കേട്ടോ. അപ്പൊ ഹരിനെ കണ്ട എല്ലാവർക്കും അറിയാം നമ്മൾ സൂറത്തിലാണ്. പിന്നെ എടുത്ത് പറയേണ്ട കാര്യമില്ല. എന്നാലും ഡീറ്റെയിൽ ആയിട്ട് ഷോപ്പിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയുന്നതായിരിക്കും. അപ്പൊ നൈറ്റീസ് തുടങ്ങാം. ഇവിടെ പലതരം വെറൈറ്റി നൈറ്റീസ് അവൈലബിൾ ആണ്. തുടങ്ങിയാലോ? അപ്പൊ നൈറ്റീസ് പ്രീമിയം കളക്ഷൻസ് ആയത് കുറച്ചുകൂടെ പ്രീമിയം നൈറ്റീസിൽ വരുന്ന ഇതില് ഫാബ്രിക് എന്ന് പറഞ്ഞാൽ അൽഫൈൻ ഫാബ്രിക്, അതേപോലത്തെ ഫാബ്രിക്കിൽ വരുന്ന വെറൈറ്റീസ്. അപ്പൊ ഇത് നമ്മുടെ അടുത്ത് ഇപ്പൊ 100-150 രൂപയ്ക്ക് കിട്ടുന്ന വെറൈറ്റി. അപ്പൊ ഇവിടെ നമ്മുടെ നാട്ടിൽ പോയാൽ ഇത് തന്നെ ഒരു 300-350 രൂപയ്ക്ക് കിട്ടുന്ന ഇതുപോലത്തെ വെറൈറ്റീസ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും. കടയിൽ കിട്ടുന്ന വെറൈറ്റി ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്ന അത്ര റേറ്റ് വെച്ചു. അപ്പൊ ഇതൊക്കെ എടുക്കുമ്പോ എങ്ങനെയാ നമുക്ക് ബൾക്കായിട്ട് തന്നെ എടുക്കണം? അപ്പൊ കെട്ടിൽ എത്ര പീസ് വരും? ഇത് 4 പീസിന്റെ സെറ്റ് വരുന്നത്, 3 പീസിന്റെ സെറ്റ് വരുന്നത്, അങ്ങനെ വരുന്ന വെറൈറ്റി. അപ്പൊ കളേഴ്സ് വ്യത്യാസം വരുന്ന, സൈസസ് വ്യത്യാസം എങ്ങനെയായിരിക്കും? കളേഴ്സ് വ്യത്യാസം വരുന്നത് എല്ലാത്തിലും. സൈസസ് എന്ന് പറഞ്ഞാൽ ഫ്രീ സൈസും ഉണ്ട്, 3XL വരെയുള്ള സൈസസിന്റെ വെറൈറ്റീസും ഉണ്ട്, അവൈലബിൾ ആണ് കേട്ടോ. ഇതൊരു നൈറ്റിയുടെ കളക്ഷൻ ആയി. ഇനി അടുത്തൊരു കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഡിസൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒത്തിരി ഡിസൈൻസ് ഉണ്ട്. ഒരു റേറ്റിൽ തന്നെ ഡിസൈൻ നോക്കാൻ പോയാൽ 100-ലധികം നമ്മുടെ കയ്യിൽ ഡിസൈൻസിലുണ്ട്. ഓക്കെ, ഇതൊക്കെ ഇതിന്റെ ഒരു വെറൈറ്റീസ് ഒക്കെ നമുക്ക് ചുരിദാർ പോലത്തെ വെറൈറ്റീസ് ആണ്. വെറൈറ്റീസ് കിട്ടുന്നത്. നെക്ക് എന്ന് പറഞ്ഞാൽ ഫാൻസി നെക്കാ വരുന്നത്. അതാ നെക്ക് കുറച്ച് വെറൈറ്റി ആണ്. ഫാൻസി നെക്കിന്റെ മേലെ പിന്നെ ഭയങ്കര സോഫ്റ്റ് അല്ലേ പിടിക്കുമ്പോൾ? സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. അതെ, നൈറ്റീസിലെ വെറൈറ്റീസ്. പ്രിന്റഡിൽ വേണമെങ്കിൽ പ്രിന്റഡ്. പ്രിന്റഡ് ഇപ്പൊ ഈ കാണുന്നതല്ല കേട്ടോ. ഇതിനും വെറൈറ്റീസ് പ്രിന്റിൽ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കയ്യിൽ. ഒരു വീഡിയോയിൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് ഡിസൈൻസ് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോ ഒരു കോട്ടൺ സാറ്റൻ, ആ ഒരു മെറ്റീരിയലിൽ അതിലൊരു സാറ്റന്റെ ഫിനിഷിങ്ങോട് കൂടിയിട്ടാണ് നെക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനെ വെറൈറ്റീസ്. ഇപ്പൊ നമ്മുടെ നെക്കിന്റെ മേളിൽ എംബ്രോയിഡറി വർക്ക് വേണമെങ്കിൽ അതിലും ഉണ്ട്. ത്രെഡ് വർക്ക് വേണമെങ്കിൽ ത്രെഡ് വർക്കിന്റെ മേളിലുണ്ട്. നോക്കൂ, ഫുൾ സിമ്പിൾ നൈറ്റിയാ, പക്ഷെ നെക്കിന്റെ മേളിൽ വർക്ക് വരുന്നത് ഫുൾ ത്രെഡ് വർക്ക് അല്ലെ, എംബ്രോയിഡറി വർക്ക്, അതും ഫിനിഷിങ്ങോട് കൂടിയിട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷെ നമ്മളിപ്പോ പറഞ്ഞ 72 റുപ്പീസ് അല്ലെങ്കിൽ 72 രൂപ എന്ന് പറയുന്നത് അത് സ്റ്റാർട്ടിംഗ് റേറ്റ് ആണ്. വെറും സ്റ്റാർട്ടിംഗ് റേറ്റ്. നമ്മൾ ഈ നൈറ്റീസ് കാണിക്കുന്ന അതിന്റെ റേറ്റ് അല്ല. 72 രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ 600-700 രൂപ വരെയുള്ള നമ്മുടെ കയ്യിൽ നൈറ്റീസിന്റെ കളക്ഷൻസ് ഉണ്ട്. നൈറ്റി മാത്രമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നമ്മുടെ കൗണ്ടർ ഇവിടെ വന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും, ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇവിടെ വരാൻ പറ്റുന്നില്ലെങ്കിൽ വീഡിയോ കോൾ വഴി. എവിടേക്ക് വരണം? അജ്മീര ഫാഷനിലേക്ക്. സൂറത്തിലാണ് ഇത്. അതും റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ജസ്റ്റ് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഇനി 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനി വണ്ടി പിടിക്കേണ്ട ഒന്നും ഒരു ടെൻഷനും ഇല്ല. റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഏത് പാതിരിക്കായാലും തൊട്ടടുത്ത് തന്നെ നമുക്ക് ഹോട്ടൽസും ഉണ്ട്, നമ്മുടെ റിസപ്ഷനും ഉണ്ട്. അവിടെ പോയിട്ട് നമ്മൾ റെസ്റ്റ് എടുത്തിട്ട് വരാൻ പറ്റും. ഹോട്ടൽസ് നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. ഇവിടെ വരുന്ന മുമ്പേ കോൾ ചെയ്താൽ മതി. കോൾ ചെയ്താൽ നമ്മളെല്ലാം കാര്യം നമ്മൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. കോൾ ചെയ്യണമെന്ന് നിർബന്ധം പറയുന്നത് കാരണം എന്ന് വെച്ചാൽ നമ്മൾ മാത്രമല്ല ഈ കോൾ ചെയ്യുന്നത്, ഇഷ്ടം പോലെ ആൾക്കാർ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. അപ്പൊ അതിന്റെ ഗൈഡ്ലൈൻസ് ആയിട്ട് പിന്നെ ഭാഷയുടെ കാര്യത്തിനും ഒരു പ്രശ്നമില്ല. ഇപ്പൊ ഹിന്ദി ഇംഗ്ലീഷ് തന്നെ വേണമെന്ന് അങ്ങനെ ഒന്നുമില്ല. എല്ലാത്തര ഭാഷകളിലും അറിയുന്ന നമ്മുടെ കയ്യിൽ സെയിൽസ് പേഴ്സൺസ് ഉണ്ട്. കോൺടാക്ട് ചെയ്താലും ഞാൻ മാമിന് തരുന്ന നമ്പർ തന്നെ മലയാളിന്റെ. അതെ, അപ്പൊ സ്ക്രീനിലെ നമ്പറുള്ളത് നിങ്ങൾ വിളിക്കുമ്പോൾ മലയാളത്തിൽ തന്നെ സംസാരിക്കാം. ഇനി അബദ്ധവശാലും ഇനി വേറെ ഏതെങ്കിലും ലാംഗ്വേജിൽ പെട്ടു പോവാണെങ്കിൽ മലയാളം എന്ന് പറഞ്ഞാൽ മതി, മലയാളികൾക്ക് കൊടുക്കും. ഇനി അടുത്ത വെറൈറ്റീസ് ഇതേപോലത്തെ കളക്ഷൻസ് നമ്മുടെ ഇത് ഒരു അടിപൊളി ഒരു ഫ്രില്ലൊക്കെ ആയിട്ട് വരുന്ന ഒരു ഡിഫറെന്റ് ടൈപ്പ് ആയിട്ട് നെക്ക് വന്നിട്ടുള്ള ഒരു വെറൈറ്റി. പ്രിന്റഡ് മാഞ്ഞു പോത്തിൽ അതിന് നമ്മൾ ഗ്യാരണ്ടി തരുന്നുണ്ട്.
ഫേഡ് ആവില്ല. ഫേഡ് ആവില്ല. അപ്പൊ എന്തായാലും ഡെയിലി വാഷ് ചെയ്യണ ഒരു സംഭവമാണ്. അതും ഫേഡ് ആവില്ല എന്ന് പറയണത് അതിനും ഗ്യാരണ്ടി. പിന്നെ എന്ത് വേണം? മിനിമം ഒരു കയ്യിൽ 15,000 അല്ലെങ്കിൽ 20,000 രൂപ ഉണ്ടെങ്കിലും നമ്മൾ നൈറ്റീസിന്റെ ബിസിനസ് തുടങ്ങാൻ പറ്റും. വെറൈറ്റീസ് ഡിസൈൻസ് അത്രയും കിട്ടും നമ്മുടെ അടുത്ത്. 15,000 രൂപയ്ക്ക്. അതെ, ഇതിപ്പോ നൈറ്റി മാത്രമല്ല, ഒരു കംപ്ലീറ്റ് ഫാമിലി ഷോപ്പിന്റെ ഒരു ബിസിനസ് വേണമെങ്കിലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഓരോരോ കൗണ്ടറിൽ എന്തൊക്കെയുള്ളത്, എന്തൊക്കെ വെറൈറ്റീസ് ഉള്ളത് അതാണ് ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് നൈറ്റീസ് തന്നെയല്ല, എല്ലാം ജെന്റ്സ്, ലേഡീസ്, കിഡ്സ്, അങ്ങനെ എല്ലാ തരം വെറൈറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മള് നൈറ്റ് വിയർസിൽ കാണിക്കാൻ പോയ നൈറ്റ് വിയർസിൽ നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വെറൈറ്റീസ്. ഇത് ഷർട്ട് ടൈപ്പ് ആയിട്ടുള്ളത്, ഷർട്ട് ഇല്ലാത്ത ടീഷർട്ട് ടൈപ്പ് ആയിട്ടുള്ളത്. ഇത് ടോപ്പ്, അതിന്റെ പിന്നെ പാന്റ് ടോൺ ടു ടോൺ മാച്ചിങ് പ്രിന്റ് വെറൈറ്റീസ്. ഇതിലൊക്കെ സൈസസ് വരുമ്പോ ഇപ്പൊ ഇത് എക്സൽ ആണ് എഴുതിയിരിക്കുന്നത്. ഡബിൾ എക്സലും ഉണ്ട് നമ്മുടെ കയ്യിൽ, എം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള എല്ലാ വെറൈറ്റീസും ഉണ്ട്. ഓക്കെ, ഇതിലും പല ഡിസൈൻസിലുണ്ട്, പല കളേഴ്സിലുണ്ട്. ഇതിപ്പോ നേരത്തെ ഷർട്ട് ടൈപ്പ് ആയിട്ട് കണ്ടോ, അതിന്റെ തന്നെ ചെറിയ സൈസ് ആണ് കേട്ടോ. ഇതിപ്പോ മീഡിയം. അതില് ഡിസൈൻസിൽ നമ്മുടെ കയ്യിൽ ഒത്തിരി ഉണ്ട്, വെറൈറ്റീസ് ഉണ്ട്. വെറൈറ്റീസ് ഉണ്ട്. അത്തരം വെറൈറ്റീസിൽ നമ്മുടെ ഡിസൈൻസിലുണ്ട്. ഇതും ഷർട്ടിൽ തന്നെ, ഷർട്ടില് വിത്ത് പാന്റ് അടക്കം വരുന്നത്. നൈറ്റ് വെയർസിൽ നമ്മുടെ കയ്യിൽ ഷർട്ടും ഉണ്ട്, ടീഷർട്ടും ഉണ്ട്, രണ്ടും ഉണ്ട് നമ്മുടെ കയ്യിൽ. ഓക്കെ, അതിൽ ഷർട്ട്സിന്റെ നോക്കുകയാണെങ്കിൽ ഷർട്ടിലും വരുന്നുണ്ട്, പാന്റിലും വരുന്നുണ്ട്, ടീഷർട്ടിലും വരുന്നുണ്ട്. അങ്ങനെ ഒത്തിരി വെറൈറ്റി കളക്ഷൻസ് വരുന്നുണ്ട് കേട്ടോ. ഇത് പാന്റിൽ വരുന്നത് കണ്ടോ, അങ്ങനെ ഒത്തിരി കളക്ഷൻസ് കാണിക്കാൻ പോയ ഒത്തിരി. ഇത് അടിപൊളിയാണല്ലോ, ബനിയൻ സ്റ്റഫിലാണ് കേട്ടോ വരുന്നത്. നല്ല പാന്റ് ആണ് അടിപൊളിയില്ല, ഫുൾ ഗാർഡൻ നല്ല രസമായിട്ടുണ്ട് അല്ലേ, ഫുൾ ഗാർഡൻ ആയിട്ട് വരുന്നത്. ഡിസൈൻസ് ഒത്തിരി ഉണ്ട്. അതും നല്ല ടൈപ്പ് ഉണ്ട്, നല്ല എന്താ പറയാ, ലോ റേഞ്ചിലുണ്ട്, ഹൈ റേഞ്ചിലുണ്ട്. നിങ്ങൾക്ക് എന്താ ബഡ്ജറ്റ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും. അതിന്റെ പാന്റും ഷർട്ടും. പിന്നെ ലൈക്രയിൽ വരുന്നുണ്ട്, കോട്ടണിൽ വരുന്നുണ്ട്. നല്ല രസമുണ്ട് അല്ലേ, നൈറ്റീസിലൊക്കെ ഇങ്ങനെ കാണുമ്പോ ഫ്രീ സൈസ് ആയിട്ട് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാതൊക്കെ ഒരു രസം വേറെ തന്നെയാ. ലൈക്ര ഫാബ്രിക്കിൽ നമ്മുടെ വരുന്നു. ഇത്ര നേരം നമ്മൾ കണ്ടത് ഫുള്ളായിരുന്നു കണ്ടത്. ഇത് വരുമ്പോ നമുക്ക് ഫുൾ തന്നെയാണല്ലോ. 3/4 സ്ലീവ്. ഞാൻ അതിനെ ആലോചിക്കുന്നത് 3/4 എന്ന് പറഞ്ഞപ്പോ ഇനി അടിയെന്നാണോ? ഇത് എനിക്ക് ഫുള്ളാട്ടോ കൈ 3/4 അല്ല, എനിക്ക് ഫുള്ളാണ്. അപ്പൊ ലൈക്ര ഫാബ്രിക്കിലാണ് നമ്മുടെ അടുത്ത്, കോട്ടണും ഉണ്ട്, അൽഫൈൻ ഫാബ്രിക്കിലും ഉണ്ട്, പ്രീമിയം കളക്ഷൻസിലും ഉണ്ട്. ഓക്കെ അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും ഓരോരോ ഐറ്റംസ്. ലൈക്ര ഫാബ്രിക്കിൽ വേറൊരു കളക്ഷൻ. ഇതൊക്കെ ജാക്കറ്റ് മോഡൽ ആയിട്ട് വരുന്നത്, പോക്കറ്റ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ. നല്ല രസമായിട്ടുണ്ട് അല്ലേ, പോക്കറ്റിൽ വരുന്നത്. അങ്ങനെ ഇതൊക്കെ ഇപ്പൊ കാണിക്കണത് നാളെ കാണില്ല, കാരണം എപ്പോഴും പുതിയ വെറൈറ്റീസ് വന്നോണ്ട് വീക്ക് ടു വീക്ക് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നത്. അതെ, അത് വെറൈറ്റീസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അതും ബൾക്കായിട്ട് തന്നെ എടുക്കണം എന്ന് നിർബന്ധം പറയാണ്. കെട്ടായിട്ട് എടുക്കണം. ഇതിന് പൈസ കൊടുക്കാം, നേരിട്ട് വരാൻ കൈയോടെ പർച്ചേസ് ചെയ്തിട്ട് പോവാൻ പറ്റും. പക്ഷേ നേരിട്ട് വരാൻ പറ്റാത്തവർക്കാണെങ്കിൽ വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും. ഓൺലൈൻ കോൾ ചെയ്തിട്ട് സെലക്ഷൻ കാറ്റലോഗ്സ് അയച്ചു തരുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ നമ്മുടെ അടുത്ത് മിനിമം ഒരു 25,000 തൊട്ട് 30,000 രൂപയുടെ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്യേണ്ടി വരും. അത് ഓൺലൈനിലാണെങ്കിൽ അപ്പൊ പൈസ നിങ്ങളുടെയാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് വന്ന് കൺമുന്നിൽ പാക്ക് ചെയ്ത് കൺമുന്നിൽ നോക്കി മേടിക്കുമ്പോൾ അതിന്റെ ഒരു സുഖം വേറെ തന്നെയാണ്. അപ്പൊ നേരിട്ട് വരാൻ ശ്രമിക്കാം. നേരിട്ട് വരുമ്പോൾ നമുക്ക് ഇത് മാത്രമല്ല, ഇതിപ്പോ വീഡിയോ കോൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് 1 മണിക്കൂർ 2 മണിക്കൂറിൽ എന്ത് കാണിക്കാൻ പറ്റുമോ, ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നേരിട്ട് വരുമ്പോ ഇഷ്ടം പോലെ ഒരു ദിവസം കൊണ്ട് മൊത്തം കണ്ടുപോവാ. അപ്പൊ നേരിട്ട് വരാൻ ശ്രമിക്കാം. സൂറത്താന്ന് അധികം ദൂരമൊന്നുമില്ല, ഒരു ദിവസം ട്രെയിനിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഇവിടെ തന്നെ എത്താൻ പറ്റും. 22 മണിക്കൂർ മാത്രമേ ഉള്ളൂ. 22 കേട്ടോ, തെറ്റി 22 ഉള്ളൂ. അതെ, അത് ഓരോരോ സ്റ്റേറ്റ് അല്ല ഓരോരോ ഡിസ്ട്രിക്ട് അനുസരിച്ചിട്ടാ. ഞാനിപ്പോ തൃശ്ശൂരിൽ നിന്ന് ആയതുകൊണ്ട് ഞാൻ 12 വരുന്നത്. അപ്പൊ 22 ഞാനാവുമ്പോ എനിക്ക് 26 27 മണിക്കൂർ അങ്ങോട്ട് ഉണ്ട്. അങ്ങ് ഓരോരോ വ്യത്യാസം. പക്ഷെ എന്തായാലും ഒരു ദിവസം മതി നമുക്ക് ചെയ്ത് തരുന്നുണ്ട്. അപ്പൊ അതിന് ഒരു ടെൻഷൻസ് ഇല്ല. പിന്നെ നമ്മൾ ഈ കാണിച്ചത് മാത്രമല്ല, ഇത് ബൾക്ക് മൊത്തം ഇരിക്കുന്നത് സെറ്റ് വൈസ് എല്ലാ നൈറ്റീസിന്റെ കളക്ഷൻസ് അവിടെ ഇരിക്കണതോ എല്ലാതും എനിക്ക് 72 രൂപ സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോ തന്നെ ഒരു ആവേശം കൂടുതലല്ല. അപ്പൊ ആ 72 രൂപ നൈറ്റീസ് കാണാനായിട്ട് ഇങ്ങോട്ട് പോരും മക്കള്. ഇനി നമുക്ക് നൈറ്റീസ് മാത്രമല്ല, നമുക്ക് ഇപ്പൊ അതിനെ പറ്റിയിട്ടുള്ള നമുക്ക് മാച്ചിങ് ആയിട്ടുള്ള ബ്ലൗസ് പീസ് ഉണ്ട്. അത് നമുക്ക് അപ്പുറത്ത് കാണുന്നുണ്ട്. എന്തായാലും അതും കൂടി ഒന്ന് കണ്ടിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാം. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. പിന്നെ ബ്ലൗസ് ഒക്കെ എത്ര പറഞ്ഞത്? ബ്ലൗസ് പീസ് 9 രൂപ തൊട്ട് സ്റ്റാർട്ടിങ് കേട്ടോ. ഇതൊക്കെ കണ്ടോ, അണ്ടർ സ്കേർട്ടിന്റെ ഒരു വെറൈറ്റീസ് ആണ് ഈ ഫുൾ 50 രൂപ വെറും 50
50 രൂപ എന്ത് രസമല്ല പറയണ കേൾക്കുമ്പോ. ഓ നമുക്കൊരു ബെഡ്റൂം ഉണ്ടായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം, ഓൺലൈൻ ബിസിനസ് ആയിട്ടായാലും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു കൗണ്ടർ പറയുന്നത് നമുക്ക് ബ്ലൗസ് റെഡിമെയ്ഡ് ബ്ലൗസ് പീസ്, പിന്നെ നമ്മുടെ അണ്ടർ സ്കേർട്ട്, അസ്തർ, ഫോൾ, എല്ലാ തരം വെറൈറ്റീസിന്റെ ഒരു കളക്ഷൻസ് ആണ് ഈ ഒരു കളക്ഷൻ വരുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വേറൊരു ഇൻഫർമേഷൻ തരാൻ വിട്ടുപോയി. നമ്മുടെ ഇപ്പം നമ്മൾ അജ്മീറ ഫാഷൻ 100-ലധികം ഫ്രാഞ്ചൈസി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, വെറും ഇന്ത്യയിൽ മാത്രമായിട്ട്. ആർക്കെങ്കിലും ഫ്രാഞ്ചൈസി എടുക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ അതും തരുന്നുണ്ട്. വെറും 12 ലക്ഷം രൂപ, 12.5 ലക്ഷം രൂപ തൊട്ട് നമ്മുടെ ഫ്രാഞ്ചൈസി തുടങ്ങുന്നത്. ഇനി ഇതിനപ്പുറം എന്താ വേണ്ടല്ലേ? അടിപൊളി ഒരു സിസ്റ്റം ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്ക്രീനിൽ നമ്പർ, ഫ്രാഞ്ചൈസി കോൺടാക്ട് ചെയ്യുന്ന നമ്പറിൽ നിന്നുണ്ട്, ആ നമ്പറിലേക്കും കോൺടാക്ട് ചെയ്ത് മലയാളം മാത്രമാണെങ്കിൽ അത് മാത്രം സംസാരിച്ചാൽ മതി. ഒരു ഓപ്പണും ചെയ്യുന്നുണ്ട് കേരളത്തിലേക്ക് ഫ്രാഞ്ചൈസി. നമ്മുടെ ടീം പോയിട്ടുണ്ട് കാസർഗോഡ് സൈഡിലായിരിക്കും. ഓ അടിപൊളി. അപ്പൊ കാസർഗോഡ് സൈഡിൽ നമുക്ക് അജ്മീർ ഐറ്റംസ് കിട്ടും. അജ്മീർ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ് അവിടെ തുടങ്ങുന്ന, പക്ഷെ അവിടെ സിംഗിൾ പീസ് റീറ്റെയിൽ മാത്രമായിട്ട്. ഇവിടെ തന്നെ പ്രോഡക്റ്റ് പോകും. അപ്പൊ ഇനി നമുക്ക് കളക്ഷൻസ് ആദ്യത്തെ റെഡിമെയ്ഡ് ബ്ലൗസ് ഉണ്ടല്ലോ, ഓക്കെ തുടങ്ങാം. ഇതേപോലത്തെ നമ്മുടെ ഫാൻസി റെഡിമെയ്ഡ് ബ്ലൗസ് വെറും 53 രൂപ തൊട്ട് കിട്ടുന്ന വെറൈറ്റി ആയത് റെഡിമെയ്ഡ് ബ്ലൗസ്. സൂപ്പർ. ഇതില് സ്ലീവ്സ് അകത്ത് തന്നെ നമ്മൾക്ക് തരുന്നത്. സ്ലീവ് ഉള്ളതുണ്ട്, സ്ലീവ് ഇല്ലാത്തതുണ്ട്, അതുപോലെ ബാക്ക് ഹൂക്ക് വരുന്നുണ്ട്, ഫ്രണ്ട് ഹൂക്ക് വരുന്നുണ്ട്, പാഡ് ഉള്ളത്, പാഡ് ഇല്ലാത്തത്. ഇതാ പാഡഡ് വരുന്നത്. ഇത് പാഡില് നമുക്ക് ടിഷ്യൂല് വരുന്ന കളക്ഷൻ ആണ് കേട്ടോ, വിത്ത് സ്ലീവ് അടക്കം വരുന്നത്. അകത്ത് സ്ലീവ്സ് എല്ലാത്തിലും കിട്ടും തന്നെ. ഇത് സീക്വൻസ് വർക്കിന്റെ മേളിൽ വരുന്നത് മൊത്തം കളക്ഷൻസ് വരുന്നത് ഫുൾ സീക്വൻസ് വർക്കിന്റെ മേളിൽ മാം. ഇത് മൊത്തം സീക്വൻസ് ഗോൾഡ് ഉണ്ട്, പല കളേഴ്സ് ഡിസൈൻസിലുണ്ട്. ഇത് സെറ്റിനകത്ത് ഓരോന്നോരോന്നായിട്ട് ഞാൻ പീസ് കാണിക്കുന്നത്. ഓക്കെ, സാമ്പിൾ മാത്രമായിട്ട്. ഇതിപ്പോ പാഡഡ് ആണ്, ബാക്കിൽ ഹുക്കാണ് വരുന്നത്, അതുപോലെ തന്നെ ഉള്ളിൽ സ്ലീവ് നമുക്ക് അറ്റാച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എംബ്രോയിഡറി വർക്കിന്റെ മേളിൽ സ്റ്റോൺ വർക്ക് വെച്ചിട്ട് ഇതൊക്കെ വെറൈറ്റീസ്, അതും പല മോഡൽസിൽ ഒക്കെ റെഡിമെയ്ഡിന്റെ ജറി വർക്കിന്റെ മേളിൽ. ഇതൊക്കെ കെട്ടെടുക്കുമ്പോ എത്ര പീസിന്റെ കെട്ടായിരിക്കും? മാം 4 പീസിന്റെ സെറ്റാ വരുന്നത്. ഇപ്പൊ നമ്മുടെ 200 രൂപ ഉണ്ടെങ്കിൽ 10 കളർ 10 ഡിസൈൻസിന് മേളിൽ നമുക്ക് വെറൈറ്റീസ് റെഡിമെയ്ഡ് ബ്ലൗസ്. ഇതൊക്കെ വെക്കണേ. ഇനി ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക, ഡീറ്റെയിൽസ് അറിയുക. അതുപോലെ ഡയറക്റ്റ് ഇതാ നാളേക്ക് സൂറത്തിൽ തത്കാലം എടുത്തോ, സൂറത്തേക്ക് പോകണം. ഒരു റിസർവേഷൻ വേണം, തത്കാലം എടുത്താലും റിസർവേഷൻ ഓക്കെ ആക്കും. ചെറിയ സെറ്റ് ഞാൻ പറഞ്ഞ അപ്പൊ സെറ്റ് വൈസ് എടുക്കുമ്പോ ഇങ്ങനെയാണ് വരാം അല്ലെ? അപ്പൊ ഇത് പല കളേഴ്സിൽ സെയിം ഡിസൈൻ തന്നെ പല കളേഴ്സിൽ വരുന്നത് വെറൈറ്റീസ്. അപ്പൊ നമ്മളിപ്പോ നേരിട്ട് വരുമ്പോഴത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, നമുക്ക് ഇത് ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഇത് മാത്രമായിട്ട് നമുക്ക് പേയ്മെന്റ് കൊടുത്തിട്ട് നമുക്ക് ഇത് കൈയോടെ വേണമെങ്കിൽ നമുക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഓൺലൈനിലാവുമ്പോൾ നമുക്ക് എന്തായാലും 20 അല്ലെങ്കിൽ 25,000 തൊട്ട് 30,000 രൂപ എടുക്കുന്നത്. അതെന്തോ നമ്മുടെ ട്രാൻസ്പോർട്ട് വഴിയാണ് പോകുന്നത്. ആ ട്രാൻസ്പോർട്ടിൽ മിനിമം ഒരു 30 kg പാർസൽ പോകേണ്ടി വരുന്നത്. അത് അവരുടെ നിർബന്ധം ആയതുകൊണ്ടാണ് ആ ഒരു ചെയ്യുന്നത്. കുറിയർ നമുക്ക് അയക്കാൻ പറ്റത്തില്ല മാം. കുറിയർ ചാർജസ് ഒത്തിരി കൂടുതലാണ് വരുന്നത്. ഇതെന്തോ 500 അല്ലെങ്കിൽ 600 രൂപ കൊടുത്താൽ മാത്രം മതി. അപ്പൊ ഈ ട്രാൻസ്പോർട്ട്, നമ്മുടെ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ 1 കിലോന് 10 രൂപ അല്ലെങ്കിൽ 12 രൂപ എടുക്കുന്ന വരുന്ന 1 kg. അവിടെ ഏതുവരെ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ പാർസൽ എത്തത്തില്ല അതുവരെ നമ്മൾ മൊത്തം റെസ്പോൺസിബിലിറ്റി നമ്മുടെ കമ്പനീന്റെ. എന്തെങ്കിലും ട്രക്കിന് നടക്ക് പറ്റിയാലും പുതിയതായിട്ട് സെലക്ഷൻസും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റീഫണ്ട് ചെയ്യും. അപ്പൊ നമ്മുടെ കയ്യിൽ എത്തുന്ന വരെ അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ നമ്മുടെ കയ്യിൽ സേഫ് ആയിട്ട് എത്തണ വരെ ഒരു ടെൻഷനും ഇല്ല, പേയ്മെന്റ് കൊടുത്താലും പ്രശ്നമില്ല. ഇവിടെ സൂറത്തിൽ ഒത്തിരി നമ്മുടെ കമ്പനികളുണ്ട്. ഇവിടുന്ന് പാർസൽ അയച്ചു കഴിഞ്ഞാൽ അവർ ഫോൺ പോലും എടുക്കത്തില്ല. എവിടെയാ പാർസൽ എത്തിക്കുന്നത് നമുക്ക് പോലും അറിയത്തില്ല. അപ്പൊ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ ഇവിടെ എന്തോ ഫോൺ ചെയ്താൽ നമ്മൾ ട്രാക്ക് ചെയ്ത് പറയുന്നത് ഇവിടെ എത്തിയിട്ടുണ്ട്, ഇത്ര ദിവസം എടുക്കും അവിടെ എത്തുന്നത്. 1 വീക്ക് മിനിമം, ഒരു 1 വീക്ക് എടുക്കുന്നത്. ഇപ്പൊ ഫെസ്റ്റിവൽ സീസൺ എടുക്കുന്നത്. അപ്പൊ നമ്മുടെ ആദ്യമേ ഏത് കസ്റ്റമറാ വന്നിരിക്കുന്നത് അവരുടെ ആദ്യം പോകുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ ഇവിടുന്ന് പാർസൽ ഇറങ്ങും. പിന്നെ ഓരോരോ താമസിക്കുന്ന സ്ഥലം അതിനനുസരിച്ചിട്ടും ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും എവിടേക്ക് എപ്പോഴാണ് എത്ര മണിക്ക് എത്താന്നുള്ളതൊക്കെ അങ്ങനെ. അപ്പൊ ഫുൾ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമുക്ക് റെഡിമെയ്ഡ് ആയി. ഇനി ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊക്കെ ഒരേ പാറ്റേണിലാണല്ലോ. അപ്പൊ ഇത് ഒരേ പാറ്റേണിൽ ഫുൾ എത്ര പീസ് ഉണ്ടാവും? 12 എണ്ണത്തിന്റെ ഉണ്ടാവും അല്ലേ? ഇതൊക്കെ നമുക്ക് 1 മീറ്റർ ആയിട്ട് ആയിരിക്കുമല്ലോ വരുന്നത്. 80 സെന്റിമീറ്റർ ഉണ്ട്, 1 മീറ്റർ ഉണ്ട്, രണ്ടും ഉണ്ട്. അപ്പൊ അത് മേടിക്കുമ്പോൾ ചോദിച്ച് മേടിക്കും. ഇവിടെ മെൻഷൻ തന്നെയാ വരുന്നത്. അല്ല, ചിലർക്ക് ഇത് മെൻഷൻ ചെയ്യണം നോക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ അപ്പൊ ഇവിടെ തന്നെ ഓൺലൈൻ മേടിക്കുകയാണെങ്കിൽ കാറ്റലോഗ് അയക്കുന്ന കാറ്റലോഗിന്റെ താഴെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ തരുന്ന ഈ ഒരു ഫാബ്രിക്ക, ഇതിന്റെ പേര് ഇതാണ്, ഇത്ര പീസ് ഉണ്ട്, എത്ര മീറ്ററിന്റെ, അതെല്ലാം നമ്മൾ മെൻഷൻ ചെയ്തായി.
അയച്ചു തരുന്നത്. അപ്പൊ അത് കാരണം ടെൻഷനൊന്നും ഇല്ല. എന്നാലും നിങ്ങൾ ചോദിച്ചു മേടിക്കാൻ നിങ്ങൾക്ക് എത്രയുണ്ട് 80 ചിലർക്ക് ഇത് വായിക്കാനും നോക്കാനും. ഇപ്പൊ ഞാനാണ് ഇങ്ങനെ നോക്കിയിരിക്കുക, കാരണം ഇതിൽ കുറെ നമ്പേഴ്സ് കാണുന്നുണ്ട്, ഏതൊക്കെ എവിടേക്കൊക്കെയാണെന്ന് എനിക്കൊന്നും മനസ്സിലാവില്ല കണ്ടോ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് കുറെ കോഡെല്ലാം എഴുതുന്നത്. ഇപ്പൊ നമ്മള് ഇവിടെ വന്ന് കസ്റ്റമർ ഇങ്ങനെ പർച്ചേസ് ചെയ്തു, ഇപ്പൊ ഇതിപ്പോ സെലക്ഷൻ സൈഡ് ചെയ്ത് വെച്ചു. ഇപ്പൊ നമുക്ക് സെയിൽസ് പേഴ്സണും പോലും അറിയത്തില്ലല്ലോ ഏതാ വരെ. അപ്പൊ അവർ കോഡ് എഴുതുന്നത്, ഈ ഒരു കോഡ് എഴുതിയാ അപ്പൊ അവർക്ക് മനസ്സിലാവും ഈ ഒരു കളക്ഷൻസ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, ഒന്ന് ചോദിച്ചോളാം എങ്ങനെയാ എന്താന്നുള്ള രീതിയിൽ. ഇതൊക്കെ ആകുമ്പോ നമുക്ക് ഡിസൈനർ ബ്ലൗസ് പീസ് ആണ് വരുന്നത് കേട്ടോ. ഫുൾ മിറർ വർക്കിന്റെ ഡീറ്റെയിൽ ഒക്കെ ആയിട്ടുള്ളത്. അതിൽ പല കളേഴ്സുകൾ, അടിപൊളി കളേഴ്സുകൾ. ഇതിൽ പല പല മോഡൽസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇതൊക്കെ ആകുമ്പോൾ സെറിയില്, നേരത്തെ കണ്ടത് മിററില്. ഇത് 1 2 3 4 5 6 7 8 9 10 11 11 ഓക്കെ. ഇതിവിടെ പീസ് അടക്കം ഇങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ, 11 എണ്ണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതില് ദിതം മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ റെഡിമെയ്ഡിന്റെ ഇത് കൂടാണ്ട് നമുക്ക് ഡിസൈനർ അല്ലാത്തത് നമുക്ക് പ്ലെയിനിലും പ്ലെയിനിലും വരുന്നുണ്ട്. നമ്മുടെ ബ്ലൗസ് പീസ് വരുന്നുണ്ട്. എല്ലാത്തരം ഇത് ഫോൾ അല്ലേ? ഇത് ഫോൾ ഉണ്ട് കേട്ടോ. ഇത് കാണിക്കാം നമുക്ക്. ഇത് കാണിക്കുന്നതിന് മുന്നേ ഒരു മിനിറ്റ്. ഇത് ബ്ലൗസിന്റെ നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്ന റോളായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് ബ്ലൗസിന് മാത്രമല്ല, ഇപ്പൊ പോപ്ലിന്റെ വേണമെങ്കിൽ അങ്ങനെയുണ്ട്, കോട്ടണിന് വേണമെങ്കിൽ കോട്ടൺ, എല്ലാത്തിലും നമ്മുടെ ഫാബ്രിക്സും ഉണ്ട്, വെറൈറ്റീസിന്റെ കളക്ഷൻസും റെഡിമെയ്ഡും കിട്ടുന്നുണ്ട്. റെഡിമെയ്ഡ് കളക്ഷൻസ്. അപ്പൊ ചൂസ് ചെയ്യേണ്ടത് കസ്റ്റമേഴ്സിന്. ഇതിപ്പോ മുറിച്ചെടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ഫുള്ള് റോളിന്റെ ആയിട്ട്. ഇനി അങ്ങനെയല്ല, നമുക്ക് കട്ട് പീസ് ആയിട്ട് വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ ആണ് കേട്ടോ. ഇത് നമുക്ക് അണ്ടർസ്കർട്ട് വരുന്നത്. അണ്ടർസ്കർട്ടിന്റെ സ്റ്റാർട്ടിങ് 50 രൂപ. 50 രൂപ അണ്ടർസ്കർട്ട് കേട്ടോ. അതും സ്റ്റാർട്ടിംഗ് റേറ്റ് പറയണത്. ഇത് പല മോഡൽസിൽ വരുന്നുണ്ട്, പല ഫാബ്രിക്കിൽ വരുന്നുണ്ട്. ഇതൊക്കെ ആകുമ്പോ ഇതിന്റെ വിരിവൊക്കെ നോക്കണം. ഇതൊക്കെ ആകുമ്പോ സിംഗിൾ ഒരു പീസായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അണ്ടർസ്കർട്ടിന്റെ നമുക്ക് അണ്ടർസ്കർട്ട് എന്ന് പറയുമ്പോൾ പാനൽ കട്ട് ആയിട്ടുള്ളത് വരുന്നുണ്ട്, അല്ലാത്തത് വരുന്നുണ്ട്. പ്രീമിയം കളക്ഷൻസ് വരുന്നുണ്ട് നമ്മുടെ. ഇതാകുമ്പോൾ പാനൽ കട്ടിലാണ് വരുന്നത് കേട്ടോ. ഇത് പാനൽ കട്ട് അല്ലാത്തതാണ് വരുന്നത്. അങ്ങനെ സെമി അംബ്രേല എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ വെറൈറ്റീസ് കേട്ടോ. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങൾ തന്നെ എടുക്കാം. നിങ്ങളുടെ പൈസയാണ്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് വന്നേ പറ്റും. ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ഇത്ര ദൂരത്തുനിന്ന് ഇവിടെ വരെ വരുമ്പോൾ നമ്മളൊരു കട ഇട്ടിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് എന്തായാലും ഡെഫിനറ്റ്ലി അവർ വിസിറ്റ് ചെയ്താലേ അവർക്ക് മനസ്സിലാവും. ഇപ്പൊ ഓൺലൈനിൽ എന്തോ കാറ്റലോഗ് ഒത്തിരി അയച്ചാൽ ഫോൺ ഹാങ് ആയി പോകും. അതെ, ചില കാറ്റലോഗ് അവർ കാണും, ചില കാറ്റലോഗ് അവർ കാണും. പിന്നെ അത് ചൂസ് ചെയ്യാനായിട്ട് 2 ദിവസം പിടിക്കും. അയ്യോ ഇത് മതി അപ്പഴേക്ക് പകുതി സാധനം സ്റ്റോക്ക് ഔട്ട് ആയി. അപ്പൊ എന്ത് ചെയ്യണം? ഡയറക്റ്റ് വരാണെങ്കിൽ കൺമുന്നിൽ കാണാം. ഡയറക്റ്റ് ഇത് മാറ്റിച്ചു കൈയോട് പാക്ക് ചെയ്യണമെങ്കിൽ കൺമുമ്പിൽ പാക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ കണ്ട നമ്മള് നൈറ്റിയുടെ അവിടുത്തെ വീഡിയോ എടുത്ത് തീർന്നില്ല. അവിടെ തിരക്ക് നോക്കി ഒന്ന് തിരിഞ്ഞു നോക്കിയേ. അവിടുത്തെ തിരക്കുകളാണ് കാണുന്നത് കണ്ടോ. നൈറ്റികളിലും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആ തിരക്ക് ഒഴിവുള്ള സമയത്ത് നോക്കിയിട്ട് നമ്മൾ വേഗം ഒരു 5 മിനിറ്റിനുള്ളിൽ വീട്. എപ്പോഴും തിരക്കാണ് ഇവിടെ കേട്ടോ. അപ്പൊ നേരിട്ട് വരാൻ ശ്രമിക്കുക. ഇനി എന്തെങ്കിലും വെറൈറ്റീസ് കാണിക്കണ്ടോ? അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണിച്ചാൽ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണിക്കാം. അപ്പൊ ഇവിടെ ഇപ്പൊ നമ്മൾ കാണിച്ചത് നൈറ്റി അണ്ടർസ്കേർട്ട്. നൈറ്റിയുടെ 72 റുപ്പീസ്, അണ്ടർസ്കേർട്ട് 50 രൂപ, പിന്നെ ബ്ലൗസ് പീസ് 9 രൂപ, റെഡിമെയ്ഡ് ബ്ലൗസ് 53 രൂപ. അതേപോലെ തന്നെ അസ്തർ ഉണ്ട്, ഫോൾ ഉണ്ട്, 11 രൂപ, 10 രൂപ. ഫോളിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല കേട്ടോ. ഇതാണ് നമുക്ക് ഫോൾ വരുന്നത്. ഫോളിന്റെ റേറ്റ് നമ്മളിപ്പോ 11 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ 50 രൂപ 60 രൂപയാണ് ഒരു പീസിന്റെ റേറ്റ് മേടിക്കുന്നത്. അതാണ് ഇവിടെ നമുക്ക് റേറ്റ് കുറവിന് കിട്ടുന്നത്. ഇത് എങ്ങനെയാ കെട്ടെടുക്കേണ്ടത്? ഇത് എത്ര പീസ് ആയിരിക്കും? എങ്ങനെയാ കളേഴ്സ് ഒക്കെ എങ്ങനെയാ? ഇത് കളേഴ്സിൽ നമ്മുടെ സെയിം കളർ ഉണ്ട്, ഡിഫറെന്റ് കളേഴ്സിലും ഉണ്ട്. പല രീതിയിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതും വിത്ത് നൂലടക്കാണ് കേട്ടോ. നമുക്ക് ഹെമ്മിങ് ചെയ്യാനുള്ള നൂലടക്കാണ്. പണ്ടൊന്നും ഈ നൂലൊന്നും ഉണ്ടായിരുന്നില്ല. പണ്ട് ഈ നൂലൊന്നും കിട്ടില്ലായിരുന്നു. വേറെ ഫോള് മാത്രമേ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഫോളിന്റെ ഇത് വലിയ കെട്ടാണ്, ചെറിയ കെട്ടുണ്ട്, അങ്ങനെ വെറൈറ്റീസ്. അപ്പൊ ലൊക്കേഷൻ വരുന്നത് നമുക്ക് സൂറത്തിലെ നമ്മുടെ സുറാന 101 വരുന്നത്. സൂറത്ത് സ്റ്റേഷനിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. നടന്നു വരാൻ പറ്റും. നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട്, പിക്കപ്പ് ചെയ്യുന്നുണ്ട്, ഡ്രോപ്പും ചെയ്യുന്നുണ്ട്. അപ്പൊ സൂറത്തില് സഹാറ ദർവാജ പറയുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. അല്ലെങ്കിൽ റിംഗ് റോഡ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എല്ലാവർക്കും അറിയാം, ഏറ്റവും വലിയ ടവർ ആയത്. പിന്നെ ഓട്ടോറിക്ഷയില് ഞാൻ കൊടുത്ത പോലെ അബ്ദം പറ്റരുത്. 50 രൂപ കൊടുത്തിട്ട് വന്നത്. എനിക്കറിയാം 10 രൂപ ഉള്ളൂ അവിടുന്ന് വരാനായിട്ട്. എന്നിട്ടും പോലും ഞാൻ 50 രൂപ കൊടുത്ത് വന്നതിന്റെ റീസൺ എന്ന് പറയാനായിട്ട് എനിക്ക് ഇവിടെ 10 മണിക്ക് എത്തണമായിരുന്നു. എല്ലാ ഓട്ടോറിക്ഷക്കാരും 50. എനിക്ക് നിവർത്തിയില്ല. ബാർഗനിങ് ചെയ്യാനായിട്ടുള്ള ഒരു ടൈം ഇല്ലാത്തത് കൊണ്ട് 20 രൂപ കൂടുതൽ കൊടുത്തിട്ട് ഞാൻ നിവർത്തിയില്ലാത്തത് കൊണ്ട് വന്നത്. പക്ഷെ ആ ഒരു നിവർത്തികേട് നിങ്ങൾ കാണിക്കാണ്ടിരിക്കാൻ നേരത്തോടെ ഇറങ്ങാൻ ഹോട്ടലിൽ നിന്ന് നേരത്തോടെ ബാർഗനിങ് ഒക്കെ ചെയ്തിട്ട് 5 രൂപ 10 രൂപ മതി നമുക്ക് ഓരോ ഓട്ടോ. നമ്മുടെ ഡ്രൈവർ പിക്കപ്പ് ചെയ്യാൻ.
ആദ്യം പറഞ്ഞെങ്കിൽ ഞാൻ വിളിച്ചേനില്ലേ ഒന്ന് വണ്ടി ആദ്യമേ നമ്മുടെ വണ്ടി വന്നായിരുന്നു മാമിനെ പിക്കപ്പ് ചെയ്യാൻ. അത് ആലോചിച്ചില്ല, സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചില്ല കേട്ടോ. ഞാൻ ഇന്ന് രാവിലെ എത്തിയോളൂ, അപ്പോഴേക്കും എങ്ങനെയും ധൃതി പിടിച്ച് ഇവിടെ എത്താനുള്ള ഒരു ഇതായിരുന്നു. എന്തായാലും അടുത്ത പ്രാവശ്യം ഞാൻ ആലോചിക്കാം. നിങ്ങളും അത് മറക്കരുത്. വണ്ടി അജ്മേര ഇവിടുന്ന് അതും എല്ലാ വണ്ടിയിൽ കയറി പോരുത്. അജ്മേരാന്ന് എഴുതിയിട്ടുള്ള വണ്ടി ഉണ്ട്, ആ വണ്ടിയിൽ തന്നെ കയറി. അത് വേറെ വല്ല വണ്ടിയിൽ കയറി പോയാലാടാ? അങ്ങനെ ഇല്ല, നമ്മുടെ റിസപ്ഷനിൽ വരുന്നുണ്ട്, വന്നിട്ട് വിളിച്ചോണ്ട് പോകുന്നുണ്ട് നമ്മുടെ ഡ്രൈവർ. കേട്ടാ. വെളിയിൽ നമ്മുടെ കാർ വരുമ്പോ കാറിലും അജ്മീറ ഫാഷൻ ഉണ്ട്, ഓട്ടോ വരുമ്പോ ഓട്ടോയിലും അജ്മീറ ഫാഷൻ. കേട്ടോ. അപ്പൊ ആ ഒരു ചതിയിൽ പോലും പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തത്തെ ഇതിലും അജ്മീര എന്നുള്ളത് വണ്ടിയിലും കൂടി ഒട്ടിച്ചു വെച്ചു. നമ്മുടെ ഡ്രൈവറിന്റെ കയ്യിൽ ID കാർഡും ഉണ്ട് നമ്മുടെ അജ്മീറ ഫാഷന്റെ. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് കളക്ഷൻസ്. ഇനിയും കളക്ഷൻസ് ഇനി വന്നോണ്ടിരിക്കുക. അതുകൊണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തോണ്ടിരിക്കും, പുതിയ കളക്ഷൻസ് വന്നോണ്ടിരിക്കും. പിന്നെ ഇവർക്കൊരു യൂട്യൂബ് ചാനലിന്റെ പേര് അജ്മീറ ഫാഷൻ മലയാളം. അതില് ഈ ഒരു ഫേസ് തന്നെ കണ്ടുകൊണ്ടിരിക്കുക. അരീന തന്നെ. താങ്ക് യു. അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ കാണാം. ബൈ.